എനിക്ക് 35 പെയർ ഷൂ ഉണ്ടെന്ന്. നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവാതിരുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. എൻ്റെ നീഡ് ടെക്നോളജിയാണ്. നമ്മുടെ നീഡ്സ് അനുസരിച്ചായിരിക്കണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ. എൻ്റെ കയ്യിലുള്ള ഫോൺ അല്ല ജിസേറിൻ്റെ കയ്യിലുള്ള. ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചാണ് പോകുന്നത്. അത് അൺകൺട്രോളബിൾ ആയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ അവിടെയും പൈസ പോകും. ഒരു പ്രോപ്പർ ആയിട്ട് മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കടയിൽ പോയി ആ സാധനം വാങ്ങിച്ചിട്ട് വന്നാൽ മതി. ഒരുപാട് ജ്വല്ലറി വാങ്ങിക്കുക, ഒത്തിരി സ്വർണം വാങ്ങിച്ചു കൂട്ടുക, ഒരുപാട് ക്ലോത്ത്സ് വാങ്ങിക്കുക, ഇതൊക്കെ ഒരു അൺനെസസറി എക്സ്പെൻസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നീഡ്സ് കണ്ടുപിടിക്കുക. നമുക്ക് എന്തിനാണ് താല്പര്യം. ഫിനാൻഷ്യൽ മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയേ ഇല്ലാതെ ഒരു രൂപ പോലും ചെലവാക്കാതെ പിശുക്ക് ജീവിക്കുന്നതല്ല. ഹലോ ദീപ്തി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാലിൽ. സാധാരണ ഹലോ ഫൈറ്റേഴ്സ് എന്നല്ലേ പറയാറ്. ഇപ്രാവശ്യം എന്താ ഹലോ ദീപ്തി എന്ന് പറഞ്ഞേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ മിനിമലിസത്തിൻ്റെ വീഡിയോയുടെ താഴെ ദീപ്തി കമൻ്റ് ഇട്ടായിരുന്നു ഫിനാൻഷ്യൽ മിനിമലിസത്തിനെ പറ്റി വീഡിയോ വേണമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എനിക്കിത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കിതുപോലെ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങളുടെ പേര് പറയണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ താല്പര്യമുണ്ട്, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്ത് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം മിനിമലിസത്തിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് റീച്ച് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ അതാരും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കഴിഞ്ഞ മിനിമലിസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് പേരോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ വേണ്ട, ലൈക്ക് എങ്കിലും ചെയ്യണം. എന്നിട്ട് കുറച്ച് പേര് ലൈക്ക് ചെയ്തു. അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. മാത്രമല്ല ഒത്തിരി പേര് നല്ല വീഡിയോ എന്ന് കമൻറ്റ് ചെയ്തു. പിന്നെയുള്ള വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ സജഷൻസ് ഒക്കെ തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വളർന്നു വന്നപ്പോൾ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഫിനാൻസിനെ പറ്റി, പൈസ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അത് ശരിയാണ്. അത് എന്നെ അടക്കം ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് മിസ്റ്റേക്സ് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മിനിമലിസം എല്ലാവർക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഫിനാൻഷ്യൽ മിനിമലിസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും പൈസ ചിലവാക്കരുത്, പിശുക്കി ജീവിക്കണം, അങ്ങനെയല്ല. നമ്മൾ ജീവിക്കേണ്ടത് നമുക്കിഷ്ടമുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പൈസ ചിലവാക്കിയിട്ടാണ്, അല്ലാതെ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചല്ല. അതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പൈസ ചിലവാക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി പൈസ ചിലവാക്കാറുണ്ട്. ഇപ്പോൾ പലരും മാറിയിട്ടോ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ വേണേൽ പറയാം. പണ്ടൊക്കെ നമ്മുടെ കല്യാണങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിക്കൊണ്ടിരുന്നത് എല്ലാവരും. ഞാനടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിനെ പറ്റിയൊന്നും. അപ്പോൾ ഇപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. എല്ലാവരും റെൻറ്റിന് ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അതൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഫിനാൻഷ്യൽ മിനിമലിസം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇഷ്ടമുള്ള ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അതെന്തായാലും ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഇനി ഫിനാൻഷ്യൽ മിനിമലിസം എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടല്ലോ. ഇല്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. മിനിമലിസത്തിൻ്റെ ഒരു ഫുൾ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റ് സെക്ഷനകത്തും ഐ ബട്ടനും ഒക്കെ കൊടുത്തേക്കാം. പോയി നോക്കിക്കുക. അല്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ കയറിയിട്ട് മിനിമലിസം ബൈ അനുമോൾ ജോളി സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ വീഡിയോ കിട്ടും. അപ്പോൾ ഈ മിനിമലിസത്തിനോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിനാൻഷ്യൽ മിനിമലിസത്തിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ നീഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരുടെ നീഡ്സ് ഉണ്ട്. ഫൈൻഡ് യുവർ നീഡ്സ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡും, ഞങ്ങൾ 2 പേരും വിവാഹിതരാണ് അല്ലേ. ഞങ്ങൾ 2 കപ്പിളാണ്. ഞങ്ങൾക്ക് 2 പേർക്കും 2 നീഡ്സാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോൺ തന്നെ ഞാൻ പറയാം. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിനകത്താണ്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ ഒരു ബുക്ക് ഞാൻ ഡിസൈൻ ചെയ്തത് ഒക്കെ ഈ ഫോണിനകത്താണ്. അപ്പോൾ എനിക്ക് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയുള്ള, നല്ല ഫീച്ചേഴ്സുള്ള ഒരു ഫോണാണ് ആവശ്യം. എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയല്ല.
പുള്ളി ഫോൺ വെച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാറില്ല, ഫോട്ടോസ് എടുക്കാറേ ഇല്ല, തീരെ എടുക്കാറില്ല. കൊച്ചിൻ്റെ ഫോട്ടോ വല്ലതും എടുത്താലോ കൊച്ചിൻ്റെ വീഡിയോ എടുത്താലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ആ ഫോൺ അതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ജസ്റ്റ് ഫോൺ വിളിക്കാൻ, വാട്സപ്പ് യൂസ് ചെയ്യാൻ, പേയ്മെൻറ്റ് ചെയ്യാൻ ഇനി ആവശ്യമുണ്ട്, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾക്കേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും നീഡ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോൺസ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ നീഡ്സ് അനുസരിച്ചായിരിക്കണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ. എൻ്റെ കയ്യിലുള്ള ഫോണല്ല ജിസേട്ടൻ്റെ കയ്യിലുള്ളത്. അത് അവിടെ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ, ഇതേപോലെ ഞാൻ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. എനിക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോണ്, ലാപ്ടോപ്പ്, അലക്സ, വാക്യൂം ക്ലീനർ, ഡിഷ് വാഷർ, ഇതിനൊക്കെ വേണ്ടി പൈസ ചിലവാക്കാൻ എനിക്കൊരു മടിയില്ല. അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ് ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരുപാട് ജ്വല്ലറി വാങ്ങിക്കുക, ഒത്തിരി സ്വർണം വാങ്ങിച്ചു കൂട്ടുക, ഒരുപാട് ക്ലോത്ത്സ് വാങ്ങിക്കുക, ഇതൊക്കെ ഒരു അൺനെസസറി എക്സ്പെൻസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ നീഡ് ടെക്നോളജിയാണ്. എനിക്ക് ഡ്രസ്സ്, ജ്വല്ലറി, ഷൂസ് ഇതിലോട്ടൊന്നും വലിയ കാര്യമില്ല. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുക, നിനക്ക് ഊഹിക്കാൻ പറ്റുമോ എനിക്ക് എത്ര ഷൂ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. നിനക്ക് എത്ര ഷൂ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ഷൂ ഉണ്ട്, ഞാൻ വർക്കിന് പോകുമ്പോൾ ഇടുന്ന ഒരെണ്ണം, അല്ലാത്ത ഒരെണ്ണം, പിന്നെ എനിക്ക് ചെരുപ്പ് ഒരെണ്ണമുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ആൾ എൻ്റെ ഫ്രണ്ടിനോട് പറയുവാണേ, എനിക്ക് 35 പെയർ ഷൂ ഉണ്ടെന്ന്, 35 പെയർസ് ഓഫ് ഷൂസ്. അത് ചിലപ്പോൾ ഒരാളുടെ ഒബ്സഷൻ ആയിരിക്കാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത്, അത് നമുക്കൊരു സാധനത്തോടൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടമുള്ള സാധനത്തിനും ഒരു ലിമിറ്റേഷൻ വെക്കണം. അല്ലാതെ അൺകൺട്രോളബിളായി നമുക്കിഷ്ടമുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ അവിടെയും പൈസ പോകും. അപ്പോഴും മിനിമലിസം അവിടെ തീർന്നു. സോ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മുടെ നീഡ്സ് കണ്ടുപിടിക്കുക. നമുക്ക് എന്തിനാണ് താല്പര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ നീഡ്. ചിലർക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ടെക്നോളജി അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഉപയോഗിക്കുന്ന അത്രയും ടെക്നോളജി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് അത്രയും നമ്മൾ അതിന് വേണ്ടി ചിലവാക്കാറില്ല. എന്നാൽ വേറെ പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ഓരോരുത്തരുടെ നീഡ് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ചിലവാക്കുക. എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾക്ക് എല്ലാത്തിലും ഒരുപോലെ പൈസ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് പിശുക്കേണ്ടി വരിക. അതേസമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ മിനിമലായി കഴിഞ്ഞാൽ മറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം പോലെ പൈസ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഫിനാൻഷ്യൽ മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയേ ഇല്ലാതെ 1 രൂപ പോലും ചിലവാക്കാതെ പിശുക്ക് ജീവിക്കുന്നതല്ല. പകരം നമുക്ക് ആവശ്യമുള്ള, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലോട്ട് പൈസ ഇട്ടിട്ട് അല്ലാത്തതിൽ പൈസ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാത്തത് പിശുക്കുക എന്ന് തന്നെ വേണം പറയാൻ. അല്ലാത്ത പിശുക്കുക എന്ന് പറയുന്നതായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ കോളേജിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കോളേജിൽ പോകുന്ന, അല്ലെങ്കിൽ ഒത്തിരി സമയം നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കളർ ഡ്രസ്സാണെങ്കിൽ, അതായത് യൂണിഫോം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴും ക്യാപ്സ്യൂൾ വാർഡ്രോബും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ടോപ്പിക്ക് വിട്ടു പോകുന്നില്ല. വാർഡ്രോബ് മിനിമലിസത്തിനെ പറ്റി വീഡിയോ ചെയ്യാൻ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഫുഡ്, 2ാമത്തത് ഷെൽട്ടർ, താമസിക്കാൻ ഒരു സ്ഥലം, അല്ലേ, 3ാമത്താണ് ക്ലോത്ത്സ്. ഇങ്ങനെയാണ് എൻ്റെ അറിവ്. നിങ്ങൾക്കിനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോട്ടെ. ഇന്നത്തെ കാലത്ത് ടെക്നോളജി, ഫോണ്, വൈഫൈ ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും സാധാരണ ബേസിക് ആയിട്ട് പറയണ 3 കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് പൊതുവെ ഒത്തിരി പൈസ ചിലവാക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലും അതെ. ചില സമയത്തൊക്കെ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം, എൻ്റെ പപ്പ വൈകുന്നേരം ആകുമ്പോൾ കടയിൽ പോകും സാധനങ്ങൾ വാങ്ങാൻ. പിറ്റേ ദിവസം വൈകുന്നേരം കടയിൽ പോകും സാധനം വാങ്ങാൻ. അതിൻ്റെ പിറ്റേ ദിവസം കടയിൽ പോകും സാധനം വാങ്ങാൻ. അപ്പോൾ ഈ ഡെയിലി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. ഉറപ്പായിട്ടും ലോക്കൽ ഷോപ്പിൽ നമ്മുടെ തൊട്ടടുത്തുള്ളതായതുകൊണ്ട് തന്നെ വില കൂടുതലായിരിക്കും. എനിക്കറിയാവുന്നൊരു കടയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അത് ടൗണിൽ പോയി വാങ്ങുന്നതിൻ്റെ ടൗണിൽ നിന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് വരുന്നതനുസരിച്ച് ഒരേ സാധനത്തിൻ്റെ വില കൂടി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഡെയിലിയും പോയി സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത്
അതിൻ്റെ വില കൂടുതലായിരിക്കും. പിന്നെ കുറേശ്ശെ ആണെങ്കിലും അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറുകയും ചെയ്യും. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന എവിടുന്നാ? ഒരു പ്രോപ്പറായിട്ടുള്ള മീൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. മീൽ പ്ലാനിങ്ങിനെ പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കി നോക്ക്. മീൽ പ്ലാനിങ് ഉണ്ടല്ലോ, അതിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഒക്കെ ഭയങ്കര ബെനഫിഷ്യലാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെസ്സിൻ്റെ ചാർജ് വരും. അതായത് നമ്മൾ ചില സമയത്ത് ഞങ്ങളുടെ മെസ്സിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പോകേണ്ടി വരും. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മെസ്സിൽ കുക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളി ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തരും. ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ സാധനം വാങ്ങാൻ പോവുള്ളൂ. മാർക്കറ്റിലാണ് പോവുക. മാർക്കറ്റിൽ പോയി, എനിക്ക് മറാഠി ഒന്നും അങ്ങനെ അവിടുത്തെ ഉള്ള ആൾക്കാർ അത്ര അറിയില്ലാത്തതുകൊണ്ട്, ഞാൻ അറിയാം, ബട്ട് ഞാനങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ മാത്രം ലെവലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ ബാർഗെയിൻ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വരുന്നതാണ്. വളരെ കുറച്ച് പൈസയാവുള്ളൂ. അപ്പോൾ പോകുന്ന ആരാണോ, ഇപ്പം നമ്മളൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് പൈസ തരും, പോകുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഫ്രൂട്ട്സോ ഒക്കെ വാങ്ങിക്കും. ഭയങ്കര വിലക്കുറവായിരിക്കും. എന്നാൽ കോളേജിന് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഭയങ്കര വില കൂടുതലും, അവിടെ ഭയങ്കര ഡിഫറൻസ് ആണ് വിലയുടെ. അപ്പോൾ എനിക്ക് മനസ്സിലായ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓ ഇങ്ങനെയാണ് ഞങ്ങളുടെ കോളേജ് ചെയ്യുന്നത്, നമുക്ക് വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തുകൂടെയെന്ന്. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് വീട്ടിലിതൊന്നും പോസിബിൾ അല്ലാത്തതിൻ്റെ കാരണം ഒരു പ്രോപ്പർ മീൽ പ്ലാനിങ് ഇല്ല. തലേദിവസം ആയിരിക്കും ചിന്തിക്കുക പിറ്റേ ദിവസം എന്തുണ്ടാക്കുന്നു, രാത്രിയാകുമ്പോൾ നാളെ എന്തുണ്ടാക്കും എന്ന അമ്മ ഭയങ്കര ടെൻഷനിലാണ്. ഇത് പൊതുവെ എല്ലാ വീട്ടിലുള്ളതായിരിക്കും തോന്നണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കടയിൽ പോയി ആ സാധനം വാങ്ങിച്ചിട്ട് വന്നാൽ മതി. അതല്ലാതെ കടയിൽ പോകുമ്പോഴാണ് അത് കണ്ടു, ഓക്കെ ഇത് വേണ്ടി വരും, ഇത് കണ്ടു ഇത് വേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ കടയിൽ ചെന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്ക് ഞാൻ പ്രോപ്പറായിട്ട് ഈ ഗ്രോസറി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത് കൊച്ചുണ്ടായതിന് ശേഷമാണ്. കാരണം അവൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ രാത്രി കടയിൽ പോവുക അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. കൊച്ചിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയി. പക്ഷേ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഷോപ്പിലോട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടായപ്പം ജിസ്സായിട്ടും ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ കടയിൽ പോകുന്നത്. അങ്ങനെ കടയിൽ പോയി കഴിയുമ്പോൾ ജിസ്സായിട്ടും ഭയങ്കര എക്സോസ്റ്റഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചു, ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്രോളിൻ്റെ കാശേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിട്ടുപോകും. പിന്നെ ആ സാധനം വാങ്ങാൻ വേണ്ടി പിന്നെയും പോകേണ്ടി വരും. അവസാനം ഞാൻ ഒരാഴ്ച എന്തുണ്ടാക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനനുസരിച്ചുള്ള ഗ്രോസറി ലിസ്റ്റ് റെഡിയാക്കി. എന്നിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയും ശനിയാഴ്ച കൃത്യമായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഞാൻ ഗ്രോസറി ലിസ്റ്റിൽ ആഡ് ചെയ്യും, ആപ്പിനകത്ത് ആഡ് ചെയ്യും. എന്നിട്ടത് പർച്ചേസ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു മാസം ഒരാഴ്ച എനിക്ക് ഇത്ര രൂപയെ ചിലവാകുള്ളൂ. കാരണം അതിനകത്ത് ഒരു മിനിമം ഇതുണ്ടെങ്കിൽ മിനിമം ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുമായിരുന്നു. അതുപോലെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി ഓൺലൈൻ ഡെലിവറി മാറ്റി. 2 ദിവസം കൂടുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യും. 2 ദിവസമല്ല, ആഴ്ചയിൽ 2 ദിവസം പോകും. അതായത് ഒരു ദിവസം ചെന്നു 3 ദിവസത്തേക്കുള്ള സാധനം വാങ്ങുന്നു, പിന്നെ ഒരു ദിവസം നിന്നു 3 ദിവസത്തേക്കുള്ള സാധനം വാങ്ങുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ചെല്ലുന്നു, അത് വാങ്ങുന്നു, തിരിച്ചു പോരുന്നു. വേറെ 1 രൂപ പോലും എക്സ്ട്രാ ചിലവാകുന്നില്ല. അങ്ങനെ മീൽ പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു വേറൊരു മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇത് അതിൻ്റെ ഒരു സൈഡായിട്ടുള്ളൊരു ബെനിഫിറ്റാണ്. അപ്പോൾ മീൽ പ്ലാനിങ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 3ാമത്തെ സ്റ്റെപ്പ് ഒരു അൺകോമൺ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഇത് വെച്ച് പറയാൻ പറ്റും കേട്ടോ. ബൈയിങ് യൂസ്ഡ് ഐറ്റംസ്, യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം, സെക്കൻഡ് ഹാൻഡ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാം പുതിയത് വാങ്ങുക, പുതിയ വീട് വെക്കുക, വീട് പണിയുക, പുതിയ കാറ് വാങ്ങുക, പുതിയ ഫേർണിച്ചർ വാങ്ങുക. എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനോ മോളോ ആരൊരാൾ വീട് വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് അവിടേക്ക് ഉള്ള സാധനങ്ങളെല്ലാം പുതിയത് വാങ്ങിച്ചു. ഇപ്പോൾ അതിൻ്റെ ആ വാങ്ങിച്ച സാധനങ്ങളുടെ EMI അഥവാ ലോണൊക്കെ അടച്ച് തീർന്നിട്ട് വേണം
അവർക്ക് പുതിയൊരു വീടിനെ പറ്റി ചിന്തിക്കാൻ, അതിനുള്ള ഡെപ്പോസിറ്റ് സേവ് ചെയ്യുകയാണെങ്കിൽ പോലും അത്രയും കഴിയണം. ഞാൻ തമാശക്കാണെങ്കിലും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഈശോയും മാതാവും ഒഴിച്ച് ബാക്കി എല്ലാം സെക്കൻഡ് ഹാൻഡാണ്. ഞങ്ങളുടെ വീട്ടിൽ ഈശോയുടെയും മാതാവിൻ്റെ ഒക്കെ ഒരു രൂപമുണ്ട്. അത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് പുതിയതാണ്. ബാക്കി ഒരു 99% സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡാണ്. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മനസ്സിലായ ഒരു കാര്യം കൂടി കേട്ടോ അത്. നാട്ടിൽ പക്ഷേ പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ഭയങ്കര മോശമാണ് എന്ന്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബ്രിട്ടീഷേഴ്സ് അവർ തന്നെ സാധനങ്ങൾ പലതും ചാരിറ്റി ഷോപ്പിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ആയിട്ടും ഒക്കെ വാങ്ങാറ് യൂസ് ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചിന് വേണ്ടി ഞാൻ വാങ്ങിച്ച പല കാര്യങ്ങളും അവൾക്ക് വേണ്ടി ഞങ്ങളൊരു സാധനം വാങ്ങിച്ചായിരുന്നു. ഒരു കളിക്കാൻ വേണ്ട ഒരു സാധനമാണ്. അവളത് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളത് 30 പൗണ്ട് കൊടുത്താണ് വാങ്ങിച്ചത്. ഒരിക്കൽ പോലും അവളത് ഉപയോഗിച്ചിട്ടില്ല. അതിനകത്ത് അവൾക്ക് കിടക്കുന്ന ഇഷ്ടമില്ലായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഇവർക്ക് വേണ്ടി പുതുതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങില്ല. അവളുടെ ക്ലോത്ത്സൊക്കെ ഞാൻ മിക്കവാറും പുതിയത് തന്നെ വാങ്ങാറ്. പക്ഷേ ബാക്കിയുള്ളതൊന്നും അവൾക്ക് പുതിയതായിട്ട് വാങ്ങില്ല എന്ന്. എന്നിട്ട് അവൾക്കുള്ള കളിപ്പാട്ടത്തിലൊരു 99% നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. ഈവൺ അവളുടെ ഹൈ ചെയർ, അവളുടെ പ്ലേ പെന്ന്, അവളുടെ ചെയർ, സ്വിങ് ചെയർ ഉണ്ടായിരുന്നു, അത് എല്ലാം അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ ഈ പുതിയത് വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ചിന്താഗതി നമ്മൾ മാറിക്കഴിയുമ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസം വരും. അതും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസിന് എന്തോരം പൈസ കുറവാണെന്നറിയോ? എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട്, ആള് ഫിനാൻഷ്യലൊക്കെ അത്യാവശ്യം ലിറ്ററേറ്റ് ആണ്, ഫിനാൻസൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണ്, ഒരു ബിസിനസ് ഓണറാണ്. അവൻ്റെ പപ്പ എൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്കിള് ഇങ്ങനെ പറയുവാണ്, അവൻ സെക്കൻഡ് ഹാൻഡ്, പുതിയ കാറുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. ആ പുതിയ കാറ് വിറ്റിട്ട് അവൻ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു, ഭയങ്കര പ്രശ്നമായി എന്ന്. പക്ഷേ ഒരു കാർ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ വില ഒരിക്കലും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നില്ല. കാറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാറ് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസം മുതൽ അതിന് വില കുറഞ്ഞു ഇല്ലേ? വാങ്ങിച്ച വില എന്തായാലും എനിക്ക് കിട്ടത്തില്ല. അപ്പം മുമ്പോട്ടേക്ക് പോകും തോറും അതിൻ്റെ വില കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്, ഡിപ്രിസിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നാൽ അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് പുതിയത് വാങ്ങിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ കാറ് തന്നെ ഞങ്ങൾ വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡാണ്. 2011 കാറാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. വീട്ടിലേക്കുള്ള ഒത്തിരി ഫർണിച്ചർ, ഈവൻ ഈ ഇരിക്കുന്ന ബുക്ക് ഷെൽഫില്ലേ, ഇതുവരെ ഞങ്ങൾ അതിനകത്താണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിളാണ്. ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും യൂസ്ഫുൾ ആയിക്കില്ല. നമ്മളത് വെച്ച് ഒത്തിരി സ്ഥലത്ത് പോയി ഒത്തിരി ട്രാവൽ ചെയ്തു. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വണ്ടി. ജിസേട്ടനും അതെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണേ. പുതിയ വണ്ടിയല്ല, ഒത്തിരി ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ആവശ്യത്തിന് ധാരാളമാണ്. സോ ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്റ്റഫ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, യൂസ്ഡ് ഐറ്റംസ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ വെറുതെ പോകുന്നത് കുറയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ നമ്മൾ ഒരു സാധനം നമുക്കൊരു അസറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരുപാട് പൈസ ഇടുന്നതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളോട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? ഇതിലേതാണ് നിങ്ങൾക്ക് ശരിയാണ്, ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ പോയി നോക്കും, ലൈക്ക് ചെയ്തോ, ഇഷ്ടപ്പെട്ടോ, ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്ന്. ഫിനാൻസിനെ ബേസ് ചെയ്തൊരു ഒത്തിരി വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ പ്ലേലിസ്റ്റ് തന്നെ വേറെ ഉണ്ട്, നിങ്ങളത് പോയി നോക്കുക. പിന്നെ മീൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലെങ്കിൽ മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. പ്ലസ് മീൽ പ്ലാനിങ്ങിന് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ പ്ലാനറാണ്. ആ പ്ലാനറിൻ്റെ കൂടെ വീക്ക്ലി പ്ലാനറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീക്ക്ലി പ്ലാനർ യൂസ് ചെയ്യാം. ഒത്തിരി പേര് വീക്ക്ലി പ്ലാനറിനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഈ വീക്ക്ലി പ്ലാനറിനകത്ത് ഓരോ ദിവസത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്താണെന്ന് തീരുമാനിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി നോക്കുക. അതിനനുസരിച്ച് ഗ്രോസറി ലിസ്റ്റ് അവിടെ സൈഡിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് പകരം നിങ്ങളത് വെട്ടിയിട്ട് ഗ്രോസറി ലിസ്റ്റ് ആക്കിക്കോ. എന്നിട്ട് ഗ്രോസറി ലിസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് എഴുതാം. എന്നിട്ട് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. ആദ്യം 2 ദിവസത്തേക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതേപോലെ ഇനി ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഡെയിലി നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് ഒരു 2 ദിവസത്തേക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്ക്. നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് ഒരു 2 ദിവസത്തേക്ക് എഴുതി വെച്ച് നോക്കാം. അതും എൻ്റെ പ്ലാനറിനകത്തുണ്ട്. എന്ത് കഴിച്ചു എന്ന് ഒരു 2 ദിവസത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ നമുക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ അത് വെച്ചൊരു മീൽ പ്ലാനർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് മീൽ പ്ലാനർ കേട്ടോ. ഇത് നിങ്ങൾ യൂസ് ചെയ്യാം. ഇതെല്ലാം എവിടെ കിട്ടുമെന്നറിയോ? ഇതെല്ലാം എൻ്റെ പ്ലാനർ ബണ്ടിലിനകത്ത് കിട്ടും കേട്ടോ. എൻ്റെ ഈ പ്ലാനർ ബണ്ടിലിനകത്ത് ഒരു പ്ലാനറുണ്ട്, ഒരു വീക്ക്ലി പ്ലാനറുണ്ട്, അഫർമേഷൻ കാർഡുണ്ട്, ബുക്ക് മാർക്കുണ്ട്, ഡ്രീം ലൈഫ് ജേർണൽ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒത്തിരി പേര് നല്ല റിവ്യൂ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേജ് ഫോളോ ചെയ്ത് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ റിവ്യൂ ഒക്കെ. പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോളാം. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.